ജികെവെൽഡൻ PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമായ Unacademy വഴി ജികെവെൽഡൻ PSCയുടെ നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. ഇപ്പോൾ നടക്കാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, ഇനി വരാനിരിക്കുന്ന LD, അതോടൊപ്പം തന്നെ പ്രിസണർ ഓഫീസർ എല്ലാ എക്സാമിനേഷനും ഒരേപോലെ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സുകളാണ് Unacademy വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ എൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഉണ്ട്. ആഷ്ന ഷാജി എന്ന എൻ്റെ പ്രൊഫൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ക്ലാസ്സുകൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ സേവ് ചെയ്ത ശേഷം ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. സേവ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞങ്ങൾ അയക്കുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും PSCയുമായി ബന്ധപ്പെട്ട വാർത്തകളും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ടും PSC എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഒക്കെയാണ് IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചോദിക്കാൻ സാധ്യതയുള്ളതും അതോടൊപ്പം തന്നെ ഒരേ പാറ്റേൺ ലെവലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, കുറച്ച് സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ജികെവെൽഡൻ PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ITയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബേസിക് ലെവലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നതാണ് കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആരാണ്? ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് ആണ് ആര്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഇസ് ചാൾസ് ബാബേജ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്റർനെറ്റ് came into force in India in the year. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷമാണ് 1995, 1995. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം. സ്റ്റാൻഡേർഡ് യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. ജാവ ആണ് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിന്റെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ടോപ്പ് മോസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ടോപ്പ് മോസ്റ്റ് കമ്പ്യൂട്ടറിന്റെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? വിൻഡോസ് ആണ്. വിൻഡോസ് ആണ് ദ മോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഇൻ ദ വേൾഡ്. ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. ഓക്കെ, ഹൗ മെനി ബിറ്റ്സ് ആർ ഇൻ എ ബൈറ്റ്? ഒരു ബൈറ്റിൽ എത്ര ബിറ്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബൈറ്റ് 8 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. ആരാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? ചാൾസ് ബാബേജ്. ഇന്റർനെറ്റ് കം into force in India during the year 1995. Standard using high level language in internet ജാവയാണ്. Top most computer OS in the world Windows ആണ്. How many bits are in a byte? ഒരു ബൈറ്റിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? 8 ബിറ്റ്സ് ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. Which one is known as a brain of computer? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. CPU is the brain of computer. ഓക്കെ, അടുത്ത ചോദ്യം. മോസ്റ്റ് പോപ്പുലറൈസ്ഡ് കമ്പ്യൂട്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനി ഏതാണ്? ഇന്റൽ കോർപ്പറേഷൻ ആണ്. ഇന്റൽ കോർപ്പറേഷൻ ആണ് മോസ്റ്റ് പോപ്പുലറൈസ്ഡ് കമ്പ്യൂട്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഇൻ ദ വേൾഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ഫസ്റ്റ് ടെക്നോ പാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തെ ടെക്നോ പാർക്ക് നിലവിൽ വന്നത്.
ഓക്കെ, അടുത്ത ചോദ്യം. സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ BARC ബാക്. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയിലെ BARC ബാക് ആണ്. ഓക്കെ, കമ്പ്യൂട്ടേഴ്സ് ആർ ലിങ്ക്ഡ് വേൾഡ് വൈഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് കോൾഡ്. കമ്പ്യൂട്ടേഴ്സ് വേൾഡ് വൈഡ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഇന്റർനെറ്റ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി വേൾഡ് വൈഡ് ആയിട്ട് കമ്പ്യൂട്ടർ ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യുന്നത്. എന്താണ്? ഇന്റർനെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പഠിച്ച ചോദ്യോത്തരങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചേ. ഏതാണ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU. Most popularized computer chip manufacturing company in the world is Intel Corporation. First techno park established in India at എവിടെയാണ്? തിരുവനന്തപുരം. Super computer Anupam developed in India by BARC. Computer are linked worldwide for communication system is called internet. Okay, അടുത്ത ചോദ്യം. Inventor of email system is. Email സിസ്റ്റത്തിന്റെ ഇൻവെന്റർ ആരാണ്? റെയ് ടോംലിൻസൺ ആണ് ഇൻവെന്റർ ഓഫ് ഇമെയിൽ സിസ്റ്റം. ഓക്കെ, ഇൻവെന്റർ ഓഫ് ഇമെയിൽ സിസ്റ്റം ആരാണ്? റെയ് ടോംലിൻസൺ. റോം സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് റോമിന്റെ ഫുൾ ഫോം? റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. DOS stands for DOS stands for Disk Operating System. Disk Operating System ആണ് DOS stands for. VDU stands for. VDU എന്തിനു വേണ്ടിയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? Visual Displacement Unit. Visual Displacement Unit ആണ് VDU എന്ന് പറയുന്നത്. Extension code of Excel files. ഏതാണ്? എക്സൽ ഫയലുകളുടെ എക്സ്റ്റൻഷൻ കോഡുകൾ എന്നറിയപ്പെടുന്നത് XLS ആണ്. എന്താണ്? XLS ആണ് എക്സ്റ്റൻഷൻ കോഡ് ഓഫ് എക്സൽ ഫയൽസിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഒന്നുകൂടെ ആവർത്തിക്കാം. ഇൻവെന്റർ ഓഫ് ഇമെയിൽ സിസ്റ്റം ഈസ് റെയ് ടോംലിൻസൺ. ROM stands for read only memory. DOS stands for disk operating system. VDU stands for Visual Displacement Unit. And extension code of Excel files is XLS. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിൽ ഒന്നുകൂടെ ആവർത്തിക്കാം. അപ്പോൾ ലാസ്റ്റിൽ തന്നെ നമുക്ക് തുടങ്ങാം. എക്സ്റ്റൻഷൻ കോഡ് ഓഫ് എക്സൽ ഫയൽസ് ഏതാണ്? XLS. VDU stands for Visual Displacement Unit. DOS stands for Disk Operating System. ROM stands for Read Only Memory. Inventor of email system is Ray Tomlinson. Computers are linked worldwide for communication system is called internet. Supercomputer Anupam developed in India by BARC. BARC. First techno park established in India at Thiruvananthapuram. Most popularized computer chip manufacturing company in the world is Intel Corporation. Which one is known as brain of the computer? CPU. How many bits are in a byte? 8 bits. Topmost computer operating system in the world? Windows. Standard using high level language in internet is Java. Internet came to force in India in the year 1995. Father of computer Charles Babbage. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക് ലെവൽ ക്വസ്റ്റൻ ആൻസേഴ്സ് മിക്ക PSC പരീക്ഷകളിലും എസ്പെഷ്യലി IT ബേസ് ചെയ്ത് ചോദിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും വരുന്ന എക്സാം നിങ്ങൾക്ക് നല്ലൊരു എളുപ്പമുള്ളതും അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് ജോലി ലഭിക്കാനും ഹാർഡ് വർക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും കീപ് ഡൂയിങ് ഇറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം ദൈവം തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. Till then, bye bye and thank you.